ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, മാത്തൂര്, പിരായിരി, കണ്ണാടി, പാലക്കാട് നഗരസഭ, ഇതിൽ ഓരോ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊരു നിയതമായ വോട്ടിംഗ് പാറ്റേണൊക്കെ ഉണ്ട്. പക്ഷേ ഇക്കുറി ആ പാറ്റേൺ തുടരുമോ എന്ന് ഒരു ഉറപ്പും ആർക്കുമില്ല. കാര്യം അത്രത്തോളമായിരുന്നു കളമാറ്റങ്ങൾ, അത്രത്തോളമാണ് മുന്നണികൾക്കകത്തെ പ്രശ്നങ്ങൾ, അത്രത്തോളമാണ് പല പല പ്രശ്നങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നറിയാത്ത കാഴ്ച. ആ അപ്രവചനീയത രാവിലെയും തുടരുകയല്ലേ പാലക്കാട്? ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, അനുജ. ഇതിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഹാഷ്മി പറഞ്ഞതുപോലെ ഈ 3 പഞ്ചായത്തുകൾ നഗരസഭ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരഹൃദയത്തിലാണ്, നഗരസഭയിലാണ്. ഇവിടെയുള്ള മനസ്സെപ്പടി എന്ന് ചോദിച്ചാൽ അത് തെറിയാത് എന്ന് സാധാരണ പാലക്കാട്ടുകാർ തമിഴ് ചേർത്താണ് പറയുന്നത്. ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും. ആർക്കും പിടികിട്ടാത്തൊരു മനസ്സുമായാണ് പാലക്കാട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതിൻ്റെ കാരണം അത്രമേൽ പ്രചണ്ഡമായ പ്രചരണമായിരുന്നു. എന്നാൽ ഇന്നോളമില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങൾ, സങ്കീർണതകൾ, അതായത് ഈ കൂടുമാറ്റത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ മാറിപ്പോയ പരസ്യ പ്രചാരണത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതായത് സാധാരണഗതിയിൽ ഇല്ലാത്ത രീതിയിൽ മാറ്റങ്ങളുള്ള പ്രചാരണം. അങ്ങനെ നോക്കുമ്പോൾ ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ചൂടും ചൂരും. ഈ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത വലിയ ചൂടാണ്, ചൂടുള്ള കാറ്റാണ്. രാവിലെ ആകുമ്പോൾ വളരെ തണുത്ത കാറ്റാണ്. അതുകൊണ്ട് ഈ കാറ്റുകൾ പോലെ തന്നെ ഈ മാറി മറയുന്ന രീതിയിലായിരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗ് പാറ്റേൺ എന്നുള്ളത് ഒരു സംശയവും വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാന മിനിറ്റുകളിലും, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്, ആ ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് തുടരുന്നത്. അതായത് പ്രചരണത്തിൽ 3 മുന്നണികൾ ഒപ്പത്തിനൊപ്പം ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും ഈ പാലക്കാട്ടെ കോട്ട പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പോളിംഗ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം ജനം എത്തുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രചരണത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിൽ ആഷ്മിക്ക് അറിയാം, നമ്മൾ ഒരുമിച്ച് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നതാണ്. ഏറ്റവും വലിയ പ്രചരണം നടന്നു. പക്ഷേ എന്നാൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവാണുണ്ടായത്. പ്രചരണത്തിൻ്റെ കണക്ക് വെച്ച് പാലക്കാട് പോളിംഗ് ശതമാനം ഉയരുമോ എന്നിപ്പോൾ പ്രവചിക്കുക സാധ്യമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, രാഷ്ട്രീയ പോരാട്ടം നടന്നത് ഇവിടെയാണ്. ദേശീയ ശ്രദ്ധയിൽ ദേശീയ താരങ്ങളേറെ പങ്കെടുത്ത വയനാട്ടിലെ പ്രചരണത്തെക്കാൾ പാലക്കാട് എന്ന ഈ അതിർത്തി പ്രദേശത്തെ മണ്ഡലത്തിലാണ് രാഷ്ട്രീയ പ്രചരണം, ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും വികസനവും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളത് ഉറപ്പാണ്. BJP കോട്ട പിടിക്കാൻ വേണ്ടി, അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നിലനിർത്താൻ വേണ്ടി UDF ശ്രമിക്കുന്നു. എന്നാൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടി LDF ശ്രമിക്കുന്നു. ഏതായാലും പോരാട്ടം ആ അക്ഷരാർത്ഥത്തിൽ അങ്ങേയറ്റം മുറുകിയിരിക്കുന്നു. ഇനി ജനം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഹാഷ്മി, ഓക്കെ ധർമ്മടം, ഓക്കെ ദീപക് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും രാഷ്ട്രീയ പോരാട്ടത്തിന് അക്കാര്യം സംശയമില്ല. പക്ഷേ അനുജ, ഈ പറഞ്ഞ വയനാട്, ചേലക്കര, പാലക്കാട്, ഈ 3 സ്ഥലങ്ങളിൽ പോരാട്ടം നടന്നെങ്കിലും ഇത്രത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന പ്രതീതി ഉണ്ടായത് പാലക്കാടാണ് എന്നത് ഒരു തർക്കവുമില്ല. അത് കാരണം ഈ പ്രചരണ വിഷയങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു. ആ പ്രചരണ വിഷയങ്ങൾ വോട്ടായി മാറുമോ എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,